അമ്മേ, ഞങ്ങൾക്കാണ് ഇന്ന് സ്കൂൾ ട്രിപ്പ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പൊക്കോട്ടെ? പൊക്കോ മക്കളെ, എന്ന് വരും? 2 ദിവസം എടുക്കും. പാറക്കുട്ടി എന്തി? അവളാണെങ്കിൽ ഉറങ്ങിയെന്ന്, ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. എന്നാ മക്കളെ നിങ്ങൾ പൊക്കോ. ശരി അമ്മേ. ഇവിടെ നിർത്തി എന്തൊരു നല്ല കാര്യമാണ്. നല്ല രസമുണ്ട്. ദൂരമലകള്, കാട്, കുന്ന്, നല്ല മേഘം, നല്ല പുഴ, അരുവികൾ. എന്തൊരു രസം ഇവിടെയൊക്കെ കാണാൻ. ചൂടെടുത്തിട്ടാണ് വയ്യായിരുന്നു ബസ്സിൻ്റെ അകത്തിരുന്ന്. ഇപ്പം ഡ്രൈവർ മാമനാണെങ്കിൽ ഇവിടെ നിർത്തിക്കൊണ്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ഈ സ്ഥലം കാണാം, നല്ല തണുപ്പും കിട്ടി. ശരിയാ ചേട്ടാ, നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. കുട്ടികളെ നിങ്ങളെല്ലാരും ബസ്സിന്റെ അകത്ത് കയറൂ. ശരി മിസ്, ഇതാ വരൂ. വേണ്ടത് നല്ലൊരു പൂക്കൾ നമുക്ക് പോയി പറിച്ചിട്ട് ഓടി വരാം. നല്ല രസമുണ്ടല്ലോ പൂ. എടാ, നമ്മളെ കേട്ടത് വേണ്ട ബസ് പോന്ന്. അയ്യോ, നിർത്ത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഓടിച്ചേടാ. അയ്യോ, നേരത്തെ ഇവിടെ 2 പേര് കയറിയില്ലേ? എടാ, ബസ് പോയടാ. പണി കിട്ടിയിട്ട് ഇത് ഏതാ സ്ഥലം നമുക്ക് അറിയത്തില്ല. ഇവിടെ ഒരു ബോർഡ് പോലും ഇല്ല, ഏതാ സ്ഥലം പോലും. എടാ, നല്ല രസമുണ്ടാ. അവിടെ മാല് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിട്ട് വരാടാ. നീ കാരണമാടാ, പോടാ. അതിന്റെ ഇടയ്ക്ക് ഇനി മലയും കൂടെ കാണണം. നിന്റെ ഈ ഒടുക്കലത്തെ പൂവിനോട് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ? നിനക്ക് എന്ത് നോക്കിയാലും ഇഷ്ടമാ പൂവിനോടങ്ങ്. എനിക്കില്ലല്ലോ ഇഷ്ടം അങ്ങനെ. നിനക്കുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എന്തായാലും നീ കാരണം ഇപ്പൊ ബസ് പോയത്. മര്യാദക്ക് ബസ് പിന്നെയും വിളിച്ചുകൊണ്ട് വന്നോണം ഇങ്ങോട്ട്. എടാ, ഞാൻ എങ്ങനെ വിളിച്ചോണ്ട് വരാനാണോ? നമ്മൾ എന്തായാലും ഇവിടെ ഒറ്റപ്പെട്ടു പോയില്ല. എന്തായാലും നമുക്ക് ആ മലയിലും കണ്ടിട്ടേ പോവാം. എടാ, എന്തൊരു രസമാണ് ഇവിടെ കാണാൻ. നല്ല രസമുണ്ട്. ശരിയാടാ. എന്റെ അമ്മേ, എന്തൊരു കൊക്കയാ. പേടി വന്നിട്ട് പോയി കണ്ടിട്ട്. കൊക്കോ, നമുക്കൊന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കല്ലോ കൊക്കയും കൊണ്ട്. എടാ പൊട്ടോ, ഞാൻ കൊക്കയെന്നാ പറഞ്ഞേ, അല്ല കൊക്കോ എന്നല്ല പറഞ്ഞേ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കയല്ല. കൊക്ക എന്ന് വെച്ചാൽ ഭയങ്കര ആഴോ. ഇങ്ങോട്ട് വന്ന് നോക്ക് നീ എന്തോന്ന്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കണ്ടല്ലേ മനസ്സിലാകത്തുള്ളൂ. എടാ, നമുക്കൊന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാം. ഞാനും കൂടെ നോക്കട്ടെ എവിടൊക്കെ കൊക്കോ നിൽക്കുന്നേന്ന്. ഈ പൊട്ടനോട് പറയുന്ന എന്നെ വേണം തല്ലേ. എന്റെ പൊന്നെ, എന്തൊരു വലിയ കൊക്കയാ. താഴെ വേണം പൊടി പോലും കിട്ടില്ല. അയ്യോ, കാല് തന്നെ എന്റെ. അയ്യോ, എന്റെ അമ്മച്ചിയെ, ഞാൻ ബോള് പോലെ ഉരുണ്ടു പോന്നേ. എടാ മണിക്കൂട്ട, എന്നെ പിടിക്കടാ. അയ്യോ, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അയ്യോ, അവൻ പോയല്ലോ കുക്കയിലോട്ട്. ഞാനിനി എന്തിനാ ഇവിടെ നിൽക്കുന്ന? അവൻ്റെ കൂടെ തന്നെ പോവാം. ബോള് പോലെ ഉരുണ്ട് ഇവിടെ നിന്നാലും വല്ല കാര്യമുണ്ടോ? മരിക്കുന്നെങ്കിൽ മരിക്കാം. അയ്യോ, ഞാൻ മരിച്ചു. ഞാനിപ്പോ സ്വർഗത്തിലാണോ? എന്തൊരു രസം ഈ സ്ഥലം കാണാൻ. സ്വർഗം പോലെ ഇരിക്കുന്നു. ഞാൻ ശരിക്കും സ്വർഗത്തിലാണോ ഇനി? എന്റെ കൈയും കാലും വേദനിക്കുന്നേ. സ്വർഗത്തിൽ ചെന്നാ ഇങ്ങനെയല്ലല്ലോ. ഇതെന്താ, ഞാൻ മരിച്ചില്ലേ? അപ്പം വേണ്ട, അപ്പു അവിടെ കിടക്കുന്നു. എടാ അപ്പു, എഴുന്നേക്കടാ. എടാ അപ്പു, എഴുന്നേക്കടാ. എടാ, നമ്മൾ മരിച്ചു. നമ്മളിത് എവിടെയാ? സ്വർഗത്തിലാണോ? അല്ലടാ, നമ്മൾ ഭൂമിയിൽ തന്നെ. എഴുന്നേക്കടാ ഒന്ന്. എടാ, നമ്മളിത് എവിടെയാടാ സ്ഥലം? ഏതാ ഈ സ്ഥലം? എനിക്കും അറിയത്തില്ലടാ എവിടെയാ സ്ഥലമെന്ന്. കാലും കൈയെല്ലാം വേദനിക്കുന്ന. ഇത്രയും മേഖലയിൽ നിന്ന് വന്ന് വീണല്ലേ. ഇനി എന്ത് ചെയ്യാവോ? മര്യാദക്ക് മല കണ്ടപ്പോൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അമ്മയാണെങ്കിൽ 1000 രൂപ വന്നു. എൻ്റെയും മിന്നുവിൻ്റെയും കയ്യിൽ ഇത്രയും ദൂരമൊക്കെ പോകുന്നുണ്ട്. നല്ല മേടിച്ചൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപ വന്നു. അത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടിക്കാരൻ ചേട്ടന്മാരുടെയൊക്കെ ലിഫ്റ്റ് അടിച്ച് നമുക്ക് പോകത്തില്ലായിരുന്നു ബസ്സിൻ്റെ പുറകെ തന്നെ. എടാ, നമുക്കെന്നാ തിരിച്ച് റോഡിൽ പോകാൻ വഴി വല്ലതും നോക്കാറുന്നല്ലേ? ശരിയാ, നമുക്ക് നോക്കാം. എടാ, പറഞ്ഞ പോലെ നമ്മളിനി എങ്ങനെ മേളോട്ട് വലിഞ്ഞു കയറും? എന്തൊരു പൊക്കോ, മൊത്തം കല്ലും മണ്ണും. അതേ പിടിച്ച തെന്നി വരും നമ്മളിങ്ങനെ. മിക്കവാറും നമ്മൾ പിടിച്ച് കയറി എവിടെ അങ്ങ് മേളത് പിന്നെ വന്ന് വീണ് ചത്തു പോകും നമ്മള്. ശരിയാടാ, നമ്മളിനി എങ്ങോട്ട് പോവാനാ? ഇവിടെ വിശന്നിട്ടാണെങ്കിൽ വയ്യ. എടാ, നിന്റെ അമ്മയ്ക്ക് 1000 രൂപ വരെ അതുപോലെ കഴിക്കാൻ വല്ലതും തരത്തില്ലായിരുന്നോ? നമുക്ക് തിന്നത്തില്ലായിരുന്നോടാ. എടാ, എൻ്റെ അമ്മ കഴിക്കാൻ നിന്ന് അതാണെങ്കിൽ ബസ്സിൻ്റെ അകത്താ ബാഗിൻ്റെ അകത്ത് സ്നാക്സ് തന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് ഞങ്ങൾക്ക് ബസ്സിൽ ഇരുന്ന് തിന്നാന്ന് വിചാരിച്ചതാ. അപ്പോഴല്ലേ നമ്മൾ കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങി. ഏത് സമയത്താണോ കാറ്റ് കൊള്ളാൻ ഇറങ്ങി. നീ കാരണം, നിന്റെ ഒറ്റ ഈ പൂവ് പറിക്കുക കാരണം. നീ ആ പൂവ് പറിക്കാൻ പോയില്ലായിരുന്നു, നമുക്ക് ഇപ്പം തന്നെ സുഖിച്ച് ഇപ്പം നമ്മൾ ട്രിപ്പിൻ്റെ സ്ഥലത്തെത്തി അടിച്ച് പൊളിച്ച് ജോളിയായിട്ട് പോകത്തില്ലായിരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഫ്ലവേഴ്സിനോട് ഇത്ര സ്നേഹം? നീ ഫ്ലവേഴ്സ് എന്തിനാ ഇങ്ങനെ പറിക്കുന്നേ? എടാ, എനിക്കറിയത്തില്ല. എനിക്ക് പൂക്കളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. എന്നാൽ നിന്റെ വീട്ടിൽ ഇരുന്ന് പറിച്ചപ്പോരെ എന്തിനാടാ എന്നെ കൂടെ വിളിച്ചോണ്ട് വന്നേ? ഞാൻ മരിക്ക് ബസ്സിൽ ഇരുന്ന് പോത്തില്ലായിരുന്നോടാ. കാലവാടാ, പോടാ. എടാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയടാ. ഇനി ജന്മം ചെയ്ത വഴി കാണുന്ന പൂക്കളോ ഒന്നും ഞാൻ പറിക്കില്ല. കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചോളാം. എടാ, പണി കിട്ടി തോന്നണ പ്രേതത്തിന്റെ സൗണ്ട് കേൾക്കുന്നു. എടാ, ഓടിക്കോടാ, വലിഞ്ഞു കയറിക്ക മല. എടാ, പുറയിലോട്ട് തിരിഞ്ഞു നോക്കടാ, 2 പ്രേതങ്ങള്.
കുന്തമൊക്കെ ഉണ്ടല്ലോ കയ്യിൽ, കുത്തി കൊല്ലാനാന്ന് തോന്നല്ലോ പ്രേതങ്ങള് കുന്തമൊക്കെ കൊണ്ടുവന്നേക്കുന്നേ. ഞങ്ങള് പ്രേതങ്ങളൊന്നുമല്ല, ഞങ്ങള് കാട്ടുവാസികള് കുന്തം കൊണ്ടുവന്നേക്കുന്നേ നിങ്ങളെ കുത്തി കീറാനാ, തിന്നാനായിട്ട്. അയ്യോ, പ്രേതങ്ങളല്ലേ, വലിയ കാട്ടുവാസികളാണ്, കുത്തി കീറാനാണ് കുന്ത് കിട്ടുക. അയ്യോ, ഇതിൽ പ്രേതം പിടിക്കുന്നതായിരുന്നു. ചേട്ടാ, ഇവന്മാരെ രണ്ടെണ്ണം പിടിച്ചോണ്ട് പോവാ ചേട്ടൻ. ഞാനാണെങ്കിൽ മുമ്പിൽ പൊക്കോളാം. അല്ലെങ്കിൽ എന്നെ ഒരാളെ തന്നാ മതി. ചിലപ്പോ ചേട്ടനാണെങ്കിൽ രണ്ടുപേരെ പിടിക്കുമ്പോ ഒരാൾ ഓടിപ്പോയാലോ. അയ്യോ, നാട്ടുകാരെ, ഞങ്ങളെ കുത്തി കീറാൻ കൊണ്ടുപോന്നേ കാട്ടുവാസികള്. വാടാ മഞ്ഞത്തലയാ. നീ അടി കളറില്ലാത്ത തലേച്ചി. നീ ഇവിടെ കോഴിത്തലയാ. ഇവിടെ വാടാ കോഴിത്തലയാ. അയ്യോ, എന്നെ കൊണ്ട് കുത്തി കീറാൻ പോന്നേ നാട്ടുകാരെ. ഞാൻ എന്തിനൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ? ഇവിടെ നാട്ടുകാർ പോയിട്ടൊരു കൊച്ചു കുഞ്ഞു പോലും ഇല്ല. അയ്യോ, രക്ഷിക്കണേ. വാടാ ഇങ്ങോട്ട്.